Hello. Okay. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 3യുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക. എന്തെല്ലാം ടൈപ്പ് ബീമുകളാണ്, എന്തെല്ലാം ടൈപ്പ് സപ്പോർട്ട് കണ്ടീഷൻസ് ആണ്, അതുപോലെ തന്നെ എന്തെല്ലാം ടൈപ്പ് ലോഡിങ്സ് ആണ് നമ്മൾ ഒരു ബീമിൽ എൻകൗണ്ടർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു വീഡിയോ ലെസണിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് വേണ്ട, അതായത് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ SFD-BMD ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ബീമിൽ എന്ത് ടൈപ്പ് ലോഡിംഗ് ആണ് നമ്മൾ എൻകൗണ്ടർ ആവുന്നതെന്ന് പറഞ്ഞു. അത് എനിക്ക് എൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടൈപ്പ് ലോഡിംഗ്, അല്ലെങ്കിൽ ലാറ്ററൽ ലോഡിംഗ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ലോഡിംഗ് ആണ് എൻ്റെ ബീമിൽ ഉണ്ടാവുക. ആക്സിയൽ ലോഡിംഗ് ഉണ്ടാവില്ലേ, ആക്സിയൽ ലോഡിംഗ് ഉണ്ടാവുന്ന കേസസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന ബീം കോൺഫിഗറേഷൻസിലെല്ലാം നമുക്ക് ട്രാൻസ്വേഴ്സ് ലോഡിംഗ് ആണ്. അപ്പോൾ SFD-BMD വരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രാൻസ്വേഴ്സ് ലോഡിംഗ് കണ്ടീഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു ബീമിൽ അല്ലെങ്കിൽ ഞാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെയും അല്ലെങ്കിൽ സ്ട്രക്ചർ അനാലിസിസിന്റെ ക്ലാസ്സസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ ഞാൻ ഒരു റാൻഡം പോയിന്റ് എടുത്താൽ എനിക്ക് 6 ഫോഴ്സ് കമ്പോണൻസ് ഉണ്ട്. 6 ഫോഴ്സ് കമ്പോണൻസ് ഉണ്ട്. ഈ 6 കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ആക്സിയൽ ഫോഴ്സ് ആയിരിക്കും, ഒരു ആക്സിയൽ ഫോഴ്സ്, 2 ഷിയർ ഫോഴ്സ്, 2 ബെൻഡിങ് മൊമെന്റ്, ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ്. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് വേരിയേഷൻ ഒരു 3D ഒബ്ജക്റ്റിന് ഉണ്ടാവാറുണ്ട്. ആ ബീമിന്റെ ഒരു സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു 3D ഒബ്ജക്റ്റിന്റെ ഫോഴ്സസിന് സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുക്കുകയാണ്. എന്തൊക്കെയോ ഫോഴ്സസിന് ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിലെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ ഒരു ആക്സിയൽ ഫോഴ്സ് വേരിയേഷൻ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ ഒബ്ജക്റ്റിൽ ഒരു ഷിയർ ഫോഴ്സ് വേരിയേഷൻ എനിക്ക് 2 ഡയറക്ഷനിലും എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ ഒബ്ജക്റ്റിൽ എനിക്ക് ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ 2 ഡയറക്ഷനിലും പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ ഒബ്ജക്റ്റിൽ എനിക്ക് ടോർഷണൽ മൊമെന്റ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് വേരിയേഷൻ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റിയാലിറ്റിയിൽ എനിക്ക് SFD അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മാത്രമല്ല എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ആക്സിയൽ ത്രസ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ആക്സിയൽ ത്രസ്റ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡയഗ്രാം, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അത് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ട്വിസ്റ്റിംഗ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, എനിക്ക് ഇത്രയും ട്വിസ്റ്റിംഗ് മൊമെന്റ് ഡയഗ്രാം, എനിക്ക് ഇത്രയും ഡയഗ്രാംസ് ഒരു ഒബ്ജക്റ്റിൽ, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൽ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഡയഗ്രാംസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ബീമിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഒരു മൂവ്മെന്റിൽ ആക്സിയൽ ത്രസ്റ്റ് എങ്ങനെ വേരി ചെയ്യുന്നു, ഷിയർ ഫോഴ്സ് എങ്ങനെ വേരി ചെയ്യുന്നു, ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വേരി ചെയ്യുന്നു, ട്വിസ്റ്റിംഗ് മൊമെന്റ് എങ്ങനെ വേരി ചെയ്യുന്നു, അതെല്ലാമാണ് ഈ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 3 ഡയമെൻഷണൽ ആസ്പെക്ട് അല്ല, നമ്മൾ പഠിക്കുന്നതെല്ലാം പേപ്പർ വർക്ക്സ് ആണ്. അതായത് 2 ഡയമെൻഷണൽ പേപ്പറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ബീമിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബീമിൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡിങ്സ് ആണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുക. അതായത് ഞാൻ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ബീമിൽ, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഞാൻ റോളർ വരയ്ക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ബീമിൽ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാൻസ്വേഴ്സ് ലോഡിങ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ലോഡിങ്സ് ഉണ്ടാവുന്ന ഒരു സിനാരിയോ ആണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുക. ഹൊറിസോണ്ടലി ഞാനൊരു പുള്ള് കൊടുക്കുന്ന സിനാരിയോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വേരിയേഷൻ ഉള്ള ഒരു ബീം എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രിഡോമിനന്റ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരിക ഷിയർ ഫോഴ്സ് വേരിയേഷനും ബെൻഡിങ് മൊമെന്റ് വേരിയേഷനും മാത്രമാണ്. മറ്റ് 2 കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല. ഓക്കെ, ഒന്ന് ട്വിസ്റ്റിംഗ് മൊമെന്റ് നമ്മൾ 3 ഡയമെൻഷനിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. 2 ഡയമെൻഷനിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ സ്ക്യൂ ബെൻഡിങ് തിയറി അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ടോർഷണൽ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ എടുക്കുന്നുണ്ട്. അതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 2 ഡയമെൻഷനിലുള്ള ട്വിസ്റ്റിംഗ് മൊമെന്റ് ആസ്പെക്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്സിയൽ ത്രസ്റ്റ് നമ്മൾ ബീംസിൽ നമ്മൾ പൊതുവെ ഒഴിവാക്കുകയാണ്.
ഓക്കെ, എനിക്ക് ട്രസ്സസിൽ എനിക്ക് ആക്സിയൽ ട്രസ്റ്റ് ഡയഗ്രാം വരയ്ക്കാം. ആക്സിയൽ ട്രസ്റ്റ് ഡയഗ്രാം എനിക്ക് ട്രസ്സസിൽ പോസിബിൾ ആണ്. നമ്മൾ സ്ട്രക്ചർ അനാലിസിസിലെ മെത്തേഡ് ഓഫ് സെക്ഷനിലും മെത്തേഡ് ഓഫ് ജോയിൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രസ്സസിന് എനിക്ക് ആക്സിയൽ ട്രസ്റ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ബീമിന്റെ കേസിൽ വരുമ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി ടുവേർഡ്സ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയി മാറും. എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു? നമ്മൾ 2 ഡയമെൻഷനിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരു 3 ഡയമെൻഷണൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ മാത്രമേ എനിക്ക് ബെൻഡിങ് മൊമെന്റും ട്വിസ്റ്റിംഗ് മൊമെന്റും ഒരുമിച്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റി ഷിയർ ഫോഴ്സ് ഡയഗ്രാമിനും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഒരു ബീമിനെ ഞാൻ ഓരോ എലിമെന്റ്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റുവാണെങ്കിൽ, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ തേക്കുന്നത് പോലത്തെ ഉള്ള ഒരു ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു സർഫസിലൂടെ പോകുന്ന ഒരു ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ബീമിനെ ഞാൻ ലൈനായിട്ട് വരയ്ക്കുന്നതിന് പകരം ഞാനൊരു സോളിഡ് അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ബോക്സ് പോലെ വരച്ചു. ഓക്കെ, ഞാനിവിടെ ഒരു ഷിയർ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അല്ല, ഞാനൊരു ലോഡിങ്, ഞാൻ എക്സ്റ്റേണൽ ട്രാൻസ്വേഴ്സ് ലോഡിങ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ലോഡിങ് കാരണം 2 രീതിയിലുള്ള ബിഹേവിയർ ആണ് എൻ്റെ ബീമിൽ ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബീമിനെ ഒരു പീസായിട്ട് മുറിക്കുവാണ്. ഈ ലോഡ് വരുന്ന ഭാഗത്ത് ഞാൻ മുറിക്കുവാന്ന് വിചാരിക്കാം. ഞാനത് വേറെ കളറിൽ വരയ്ക്കാം. ഞാനിവിടെ ഒരു മിനിറ്റ്, റെക്കോർഡിംഗ് ഓൺ ആയിരുന്നല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഉള്ളൊരു OCD ആണ്. റെക്കോർഡിംഗ് ഉണ്ടോ? ഓക്കെ, ഞാനിവിടെ ഇതിനെ ഒരു പാർട്ടായിട്ട് ഞാൻ മുറിക്കുവാണെങ്കിൽ, ഇവിടെ നിന്ന് മുറിച്ചിട്ട് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഞാൻ ഇങ്ങനെ നോക്കുവാണെങ്കിൽ, ഈ ഷിയർ ഫോഴ്സിന്റെ എഫക്റ്റ് ഈ ബീമിൽ ഇങ്ങനെ നമുക്ക് എവിഡന്റ് ആവും. ഈ ഫോഴ്സ്, അതായത് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആയിട്ട് ഈ ഒരു പ്ലെയിനിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഷിയർ എഫക്റ്റ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓരോ സെക്ഷനിലും മുറിച്ചാലും, ബീമിനെ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയാലും അതിന്റെ ക്രോസ് സെക്ഷനിൽ എനിക്ക് ഈ ഒരു ടാൻജൻഷ്യൽ എഫക്റ്റ് ഓഫ് ഫോഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ബെൻഡിങ്ങിന്റെ എഫക്റ്റും എനിക്ക് കാണാൻ പറ്റും. ബെൻഡിങ്ങിന്റെ എഫക്റ്റ് എങ്ങനെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഈ ഒരു ബീം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഈ ലോഡ് കാരണം ഇങ്ങനെയാണ് അല്ലെ, ഒരു സാഗിങ് പ്രൊഫൈലാണ് ഈ ഒരു ബീം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ബീമിന്റെ ന്യൂട്രൽ ആക്സിസ് വരച്ചാൽ, ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള സ്ഥലങ്ങളിലെല്ലാം കംപ്രഷനും ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള സ്ഥലങ്ങളിലുള്ള എലിമെന്റ് എല്ലാം ടെൻഷനുമായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിന്റെ ക്രോസ് സെക്ഷൻ വരച്ചാൽ, ഞാൻ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഞാനിങ്ങനെ മുറിച്ചിട്ട് ക്രോസ് സെക്ഷൻ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെ പോവാം. ഞാൻ ഇവിടെ നിന്ന് ഈ പെർപെൻഡിക്കുലർ ലൈൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ക്രോസ് സെക്ഷണൽ 3D വ്യൂ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഞാൻ ഈ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം കംപ്രഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. പെർപെൻഡിക്കുലർ കംപ്രഷൻ ഫോഴ്സ് ആയിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ടാൻജൻഷ്യൽ അല്ല. ഇവിടെ നിന്നെല്ലാം ടെൻഷൻ വെളിയിലോട്ട് ഓരോ എലിമെന്റിലും. അപ്പോൾ ബേസിക്കലി ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ന്യൂട്രൽ ആക്സിസിന് മുകളിൽ ഒരു കംപ്രഷൻ നേച്ചറിലുള്ള നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ ആക്സിസിന് താഴെയായിട്ട് ഒരു ടെൻസൈൽ നേച്ചറിലുള്ള നോർമൽ ഫോഴ്സ് ആ ക്രോസ് സെക്ഷനിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബീം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമ്മൾ ഞാൻ ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത് ലോഡ് കാരണം ബീം എങ്ങനെയായിരിക്കും ബീം ബിഹേവ് ചെയ്യുക. നടുക്ക് ഞാനൊരു ലോഡ് കൊടുക്കുമ്പോൾ അത് വളയാനാണ് നോക്കുന്നത് അല്ലെ, ആ വളയുന്ന ഒരു സ്കെച്ചാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. റിയാലിറ്റിയിൽ ഇങ്ങനെ ഒന്നും വളയില്ല, നേക്കഡ് ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. ഞാനിതെല്ലാം എൻലാർജ് ചെയ്ത് നേക്കഡ് ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്കെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കംപ്രഷൻ ന്യൂട്രൽ ആക്സിസിന് മുകളിൽ കംപ്രസീവ് നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഒരു ടെൻസൈൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ന്യൂട്രൽ ആക്സിസിന് താഴെ. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ എഫക്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ബെൻഡിങ് കാരണം ഓരോ എലിമെന്റ് ഞാൻ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നോർമൽ ഫോഴ്സസ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുക. ഷിയർ കാരണം ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ബീമിന്റെ ത്രൂ ഔട്ട് ദ സ്പാനിൽ എക്സ്പീരിയൻസ് ചെയ്യലുണ്ടാവുക. A മുതൽ B വരെ ഞാൻ പോകുമ്പോൾ ഓരോ സ്ഥലവും ഞാനിങ്ങനെ മുറിച്ച് നോക്കിയാൽ ബെൻഡിങ്ങിന്റെ എഫക്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഷിയറിന്റെ എഫക്റ്റും ഉണ്ടാവും. ഈ ഒരു ഷിയറിന്റെയും ബെൻഡിങ്ങിന്റെയും മാഗ്നിറ്റ്യൂഡിന്റെ വേരിയേഷൻ, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് എങ്ങനെ വേരി ചെയ്യും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വേരി ചെയ്യും എന്നുള്ള മാഗ്നിറ്റ്യൂഡിന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ,
വേറെയും ഡയഗ്രാം ഞാൻ പറഞ്ഞ പോലെ ആക്സിയൽ ത്രസ്റ്റും ട്വിസ്റ്റിംഗ് മൊമെന്റ് ഡയഗ്രാമും എല്ലാം പോസിബിൾ ആണ്. 2 ഡയമെൻഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഷിയർ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, ബെൻഡിങ് മൊമെന്റിന്റെ എഫക്ട് എങ്ങനെ നോർമലി ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബെൻഡിങ്ങിന്റെ എഫക്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഡയഗ്രാമാറ്റിക്കലി വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടൺ, അല്ലെങ്കിൽ അതിന്റെ ഒരു യൂണിറ്റ് ഞാൻ കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഞാൻ ഷിയർ ഫോഴ്സിന് കൊടുക്കുക, അല്ലെ ഫോഴ്സിന്റെ യൂണിറ്റ്. ഞാൻ SI യൂണിറ്റ് ന്യൂട്ടൺ എന്ന് തന്നെ ഞാൻ പറയുന്നത്, ജസ്റ്റ് കിലോ ന്യൂട്ടൺ എടുക്കുവാണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ എന്ന് ഞാൻ പറയുന്നു. ഏതെങ്കിലും ഞാൻ സം കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് എന്റെ ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. വാല്യൂ എത്രയെന്ന് ഞാനിവിടെ പറയുന്നില്ല, ഞാനിവിടെ യൂണിറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് മൊമെന്റിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഒരു യൂണിറ്റ് പാരാമീറ്റർ കൊണ്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് ഷിയർ ഫോഴ്സ് കിട്ടുമല്ലേ. d/dx ഓഫ് ബെൻഡിങ് മൊമെന്റ് ചെയ്താൽ, d/dx ഓഫ് ബെൻഡിങ് മൊമെന്റ് ചെയ്താൽ എനിക്ക് d/dx ഓഫ് ബെൻഡിങ് മൊമെന്റ് ചെയ്താൽ എനിക്ക് ഷിയർ ഫോഴ്സ് കിട്ടും. ഈ മീറ്റർ പാരാമീറ്റർ മാറും, കിലോ ന്യൂട്ടന്റെ ടേംസിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ d/dx ഓഫ് ബെൻഡിങ് മൊമെന്റ് ചെയ്താൽ എനിക്ക് ഷിയർ ഫോഴ്സ് കിട്ടും. ബെൻഡിങ് മൊമെന്റിൽ നിന്ന് എനിക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ കുറേ ഡിഫറൻസിനുണ്ട്, റേറ്റ് ഓഫ് ലോഡിങ്, സ്ലോപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഷിയർ ഫോഴ്സിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ, ബെൻഡിങ് മൊമെന്റിന്റെ ഒരു ഞാൻ കൊടുക്കുന്ന ഒരു യൂണിറ്റ് കിലോ ന്യൂട്ടൺ മീറ്റർ. SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് ആണെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഫോഴ്സിന്റെ യൂണിറ്റും ഒരു മൊമെന്റിന്റെ യൂണിറ്റും പറയുന്നതേ ഉള്ളൂ. ഞാൻ മൊമെന്റിനെ ഞാൻ ഡിസ്റ്റൻസിന്റെ ടേമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഒരു ഡിസ്റ്റൻസ് പാരാമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഡിഫറൻഷിയേഷൻ ഞാൻ പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് സ്കെയിലാണ്. ഡിവിഷൻ ഞാൻ പറയുന്നത് ഒരു നേക്കഡ് ഐക്ക് വിസിബിൾ ആവുന്ന ഒരു സ്കെയിലാണ്. സുബി മാം HOD ക്യാബിനിൽ ഒന്ന് നോക്കാവോ? ഓക്കെ, അപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്റർ ഞാൻ ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിലോ ന്യൂട്ടൺ മീറ്റർ ബൈ മീറ്റർ കിലോ ന്യൂട്ടൺ എന്ന ഫോമിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മുടെ SFD BMD ഡയഗ്രാമിൽ നമുക്ക് വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ SFD BMDയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കെച്ചിലേക്ക് പോവാം. ഓക്കെ, SFD BMD സൈൻ കൺവെൻഷൻസ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം. ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുമ്പോൾ എനിക്ക് ഡിറ്റർമിനേറ്റ് ആയിരിക്കണം. അപ്പം ഞാൻ ഒരു സൈഡ് ഹിഞ്ചും ഒരു സൈഡ് റോളറും വരയ്ക്കും. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് ഞാൻ 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാൻ കൊടുക്കുന്നു. A, B എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, A ആൻഡ് B. ഞാൻ ഇതിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ലോഡ് കൊടുക്കുന്നു. പോയിന്റ് ലോഡ് സെന്ററിൽ കൊടുക്കുന്നു. പോയിന്റ് ലോഡിന് ഞാൻ എത്ര എടുക്കാം? ഒരു 10 കിലോ ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് എടുക്കും. സെന്ററിൽ ഒരു പോയിന്റ് ലോഡ്, അപ്പോൾ ഇത് 2.5 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, ഞാൻ സെന്ററിൽ ഒരു പോയിന്റ് ലോഡ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഈ സ്പാൻ വരച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ SFD ആൻഡ് BMD വരയ്ക്കണം. SFD ആൻഡ് BMD വരയ്ക്കണം. SFD BMD എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴുള്ള ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ, അതാണ് എന്റെ SFD ഡയഗ്രാം. ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴോ ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോഴോ ഡയറക്ഷൻ ഒന്നും നമ്മുടെ സിഗ്നിഫിക്കന്റ് അല്ല, ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ബീമിന് എന്തെല്ലാം റിയാക്ഷൻ കമ്പോണന്റുകളാണ് ഉള്ളത് എന്ന് ഞാൻ ആദ്യം ഒന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, റിയാക്ഷൻ കമ്പോണന്റുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഹിഞ്ചിന് ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്. ഡയറക്ഷൻ ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. വെർട്ടിക്കൽ റിയാക്ഷൻ മുകളിലോട്ടും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും. അത് അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മുകളിലോട്ട് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത് ശരിയാണോ അല്ലയോ എന്ന് മാത്രമുള്ള ഒരു കൺക്ലൂഷനാണ് ഞാൻ ഫൈനലി മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ റിയാക്ഷൻസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന റിയാക്ഷൻസിന്റെ വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണ്? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി R - 3 + 3C
അല്ലെങ്കിൽ 3m പ്ലസ് ആർ മൈനസ് 3j എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. റിയാക്ഷൻസ് 3 ആർ മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു 0 സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. 3m ഈ 3c ഒക്കെ ഞാൻ ഈ സി എന്താണെന്നുള്ള നമ്പർ ക്ലോസ്ഡ് ലൂപ്സ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ എസ്എയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു ബെൻഡിങ് മൊമെന്റ് എസ്എഫ്ഡി ക്ലാസ് എടുത്തിരുന്നല്ലോ, അതിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ 3m പ്ലസ് ആർ മൈനസ് 3j 3 ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 3 ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ 2 നമ്പർ ഓഫ് ജോൺസ് 0 തന്നെ കിട്ടും. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ബീം ആണെങ്കിൽ എനിക്ക് ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം വെച്ച് തന്നെ ആ ബീമിന്റെ അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു കോമ്പാറ്റിബിലിറ്റി കണ്ടീഷനോ വേറെ കോംപ്ലക്സിറ്റിയോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, മോസിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിരിക്കും. നിങ്ങളുടെ സിലബസിൽ അങ്ങനെ പറയുന്നുള്ളൂ. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെ SFD BMD ഒന്നും വരയ്ക്കാൻ മോസിൽ നിങ്ങൾക്ക് ചോദിക്കില്ല. ഓക്കെ, അത് സ്ട്രക്ചർ അനാലിസിസ് വരുമ്പോഴാണ് നമ്മൾ അത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് ഇതിന്റെ അൺനോൺസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അൺനോൺസ് എന്ന് പറഞ്ഞാൽ എന്റെ വെർട്ടിക്കൽ റിയാക്ഷൻ 2 എണ്ണവും എന്റെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ 1 എണ്ണവും. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ പ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എനിക്ക് അസ്യൂം ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ, ഇക്വിലിബ്രിയം കണ്ടീഷൻ തെർമോഡൈനാമിക്സിൽ വേറൊരു രീതിയിലാണ്, തെർമൽ ഇക്വിലിബ്രിയം വേറെയാണ്, നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വേറെ ആസ്പെക്ട് ആണ്. ഓക്കെ, അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിന്റെ 0th ലോ, ഫസ്റ്റ് ലോ എന്നൊക്കെ പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മെക്കാനിക്സിനെ നമ്മൾ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ്, പിന്നെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ്റെ ഒരു മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രോഡിംഗറിന്റെ ഒരു മെക്കാനിക്സ് ഉണ്ട്. ഇതെല്ലാം ഈ 3 മെക്കാനിക്സും ഓരോ 3 ഫണ്ടമെന്റൽ ഐഡിയോളജീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ന്യൂട്ടോണിയൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രപ്പോസ് ചെയ്യുന്ന കുറച്ച് ബേസിക് തിയറീസ് ആയിരിക്കില്ല നമ്മുടെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്യുന്നത്. അത് വേറെ ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ അയ്യോ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പഠിച്ചിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വിലിബ്രിയം നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ കെമിസ്ട്രിയിൽ നിങ്ങൾ +2 ലെവലിലേക്ക് ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം, അത് വേറൊരു സാധനം. അപ്പോൾ ഞാൻ മെക്കാനിക്സിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സസിന്റെ സമ്മേഷൻ എഫക്റ്റ് എനിക്ക് 0 ആണ്. ഇപ്പോൾ വെർട്ടിക്കൽ സിഗ്മ FY = 0 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസിന്റെ എഫക്റ്റ് 0 ആണ്. ഓക്കെ, അതായത് മുകളിലോട്ട് കുറെ ഫോഴ്സുകൾ പോകും, താഴോട്ട് കുറെ ഫോഴ്സുകൾ വരും, അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു. സിഗ്മ X = 0 എന്ന് ഞാൻ ക്ലെയിം ചെയ്യുവാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള എന്റെ ഫോഴ്സുകളുടെ എഫക്റ്റ് 0 ആണ്. ഓക്കെ, ഇത് ഒരു ഐഡിയൽ കണ്ടീഷൻ സിനാരിയോ ആണ്. ഓക്കെ, എനിക്ക് ടൈം ബേസിസിൽ എനിക്ക് ഇക്വിലിബ്രിയം അല്ലാത്ത ഒരു സിസ്റ്റത്തിനെയും എനിക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാം. ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെർമോഡൈനാമിക്സിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. തെർമോഡൈനാമിക്സ് ആണ് ഞാൻ, പക്ഷെ അത് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റം ഒരു 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുമ്പോൾ അത് വളരെ വേഗത്തിലാണ് മാറുന്നതെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ഇക്വിലിബ്രിയത്തിലല്ല. അതിന്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എല്ലാം റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓരോ സ്മോളസ്റ്റ് ഇൻസ്റ്റന്റ് എടുത്താൽ ആ ഓരോ സ്മോളസ്റ്റ് ഇൻസ്റ്റന്റിനെയും എനിക്കൊരു സെപ്പറേറ്റ് ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് അസംഷൻ മാത്രമാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ഒരു സിനാരിയോ ആണ് നമ്മൾ ഇവിടെ എൻകൗണ്ടർ ചെയ്യുന്നത്. സിഗ്മ FY = 0 എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ടുള്ള ഫോഴ്സസിനെ ഇവിടെ താഴോട്ടുള്ള ഫോഴ്സസ് ബാലൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Y ആണ് ഞാൻ വെർട്ടിക്കൽ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ മുകളിലോട്ടുള്ള ഫോഴ്സസിനെ ഞാൻ ഇവിടെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, താഴോട്ടുള്ള ഫോഴ്സസിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RA എന്ന് പറഞ്ഞ എൻ്റെ ഈ A എന്ന് പറയുന്ന പോയിന്റിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ RA എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, RB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. RA + RB ഇത് രണ്ടും മുകളിലോട്ടാണ് പോകുന്നത്. 10 kN താഴോട്ടാണ് വരുന്നത്. -10 = 0. അപ്പൊ അതിൽ നിന്ന് എനിക്ക് RA + RB = 10 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. ഓക്കെ,
ഞാൻ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കാൻ വേണ്ടി. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സുകൾ എടുക്കുന്നേ ഇല്ല. ഓക്കെ, എന്റെ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഒരു 2 ഡയമെൻഷണൽ കോൺസെപ്റ്റിൽ എനിക്ക് 3 ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. 2 ഡയമെൻഷനിൽ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ആ 3 ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് ഇതിന്റെ അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ മേക്ക് ചെയ്ത കൺക്ലൂഷൻ. എങ്ങനെ മേക്ക് ചെയ്തു? അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ DS ന് എനിക്ക് 0 അല്ലാതെ ഒരു വാല്യൂ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ അനാലിസിസ് മെത്തേഡുകളെ റിലേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഞാൻ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കുകയാണ്. സിഗ്മ Fx ഈക്വൽ ടു 0, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ എഫക്റ്റുകളെല്ലാം 0. ഓക്കെ, നമ്മുടെ ബീമിൽ ഞാൻ പറയുന്നുണ്ട്, ബീമിൽ നമുക്ക് ആക്സിയൽ ഫോഴ്സുകൾ ഇല്ല. ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആക്ഷൻ ഫോഴ്സുകളൊന്നുമില്ല. അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ A എന്ന് പറയുന്നത് ഒരു ഹിഞ്ചാണ്. അവിടെ നാച്ചുറലി ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ആക്സിയൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ A എന്ന് പറയുന്ന പോയിന്റിലുണ്ട്. പക്ഷെ അത് HA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സുകളെല്ലാം ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. HA മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. HA ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, HA എന്ന് പറയുന്ന ഫോഴ്സ് എനിക്ക് 0 എന്ന് കിട്ടി. ഹൊറിസോണ്ടലി ഞാനൊരു ആക്ഷൻ ഫോഴ്സ് കൊടുക്കാത്തത് കൊണ്ട് എന്റെ A എന്ന് പറയുന്ന സപ്പോർട്ടിന് ഹൊറിസോണ്ടലി ഒരു റിയാക്ഷൻ ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ HA എനിക്ക് 0 ആയി. ഇനി എന്റെ മൂന്നാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ MA ഈക്വൽ ടു 0. ഓക്കെ, മൂന്നാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് 0 ആണ് എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ. അല്ലെങ്കിൽ സിഗ്മ MB ഈക്വൽ ടു 0, B എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് 0 ആണ് എന്നുള്ള കണ്ടീഷൻ. ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഞാൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് ചോദിച്ചാൽ, എന്റെ A എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ എന്റെ B എന്ന് പറയുന്ന പോയിന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എനിക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റ് ഈ 3 ഇക്വിലിബ്രിയം, അപ്പൊ 4 ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയില്ലേ എന്ന് നാച്ചുറലി നിങ്ങൾക്ക് തോന്നാം. Fy ഈക്വൽ ടു 0 ഉണ്ട്, Fx ഈക്വൽ ടു 0 ഉണ്ട്, MA ഈക്വൽ ടു 0 ഉണ്ട്, ME ഈക്വൽ ടു 0 ഉണ്ട്. 4 ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. ഞാൻ ഇവിടെ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് ഉദ്ദേശിച്ചത് 2 ഫോഴ്സിന്റെയും 1 മൊമെന്റിന്റെയും. ഈ മൊമെന്റിന്റെ തന്നെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ്, സബ് വെറൈറ്റീസ് എടുക്കാൻ പറ്റും. ഫോഴ്സിന്റെയും തന്നെ നമുക്ക് ഫോഴ്സ് 2 എടുക്കാൻ പറ്റുള്ളൂ. മൊമെന്റ് എനിക്ക് ഏതൊക്കെ പോയിന്റ്സിൽ മൊമെന്റ് 0 ആകുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, മൊമെന്റിന്റെ ഒരെണ്ണവും ഫോഴ്സിന്റെ 2 എണ്ണവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മൊമെന്റ് A is equal to 0 എടുക്കാം, B is equal to 0 എടുക്കാം. ഓക്കെ, ഈ എന്തുകൊണ്ട് ഞാൻ MA is equal, എനിക്ക് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ C എന്ന് പറഞ്ഞിട്ട് എനിക്ക് MC is equal to 0 എനിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ MA is equal to 0 എടുക്കുന്നു അല്ലെങ്കിൽ MB is equal to 0 എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, A എന്ന് പറയുന്ന പോയിന്റ് ഒരു ഹിഞ്ചാണ്, B എന്ന് പറയുന്ന പോയിന്റ് ഒരു റോളറാണ്. ഞാൻ സപ്പോർട്ട്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, A എന്ന് പറയുന്ന പോയിന്റിൽ ഒരിക്കലും A എന്ന് പറയുന്ന പോയിന്റിന് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിന് ഒരു റിയാക്ഷണൽ മൊമെന്റ് ഓഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ ആലോചിക്കേണ്ടതുണ്ട്. അതൊരു ഹിഞ്ച് ആയതുകൊണ്ട്, അതൊരു ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ നാച്ചുറലി അവിടെ വരാൻ പോകുന്ന മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കില്ല. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഒരു റിയാക്ഷൻ മൊമെന്റ് A എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായിരിക്കില്ല. എനിക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ A എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മൊമെന്റ് എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ എക്സ്റ്റേണലി ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് A എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മൊമെന്റ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും ഒരു ഹിഞ്ചും റോളറും ആവുന്ന സ്ഥിതിക്ക് അവിടെ ഒരു മൊമെന്റ് എക്സ്റ്റേണലി ആ സപ്പോർട്ടിന് ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് 0 ആണ് എന്ന് എനിക്കറിയാം. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഇവിടെ സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്തത് നിങ്ങൾ എഴുതി വെക്കുക, ഞാനത് എഴുതി പോകുന്നില്ല. ഞാൻ BMD SMDയുടെ സൈൻ കൺവെൻഷൻസ് ആയിരിക്കും ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ഇനി A എന്ന് പറയുന്ന പോയിന്റിൽ മൊമെന്റ് 0. അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുക. A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നോക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഓരോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്റെ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, താഴോട്ട് ആക്ട് ചെയ്യുന്നു. 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് എയിൽ നിന്ന് 2.5 മീറ്റർ മാറിയിട്ടാണ്. ആ 2.5 മീറ്റർ തന്നെയാണ് എന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇൻറ്റു 2.5, 10 ഇൻറ്റു 2.5 ഞാൻ ഏത് സൈനിലെടുക്കും? ഞാൻ പോസിറ്റീവ് സൈനിലെടുക്കും. കാരണം ഇവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ്സിനെല്ലാം ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. 10 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റിൽ
ഈ ഒരു ഇത് താഴോട്ട് വരുന്നത് കൊണ്ട് അത് ഈ ഒരു എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഡയറക്ഷനെ ഞങ്ങൾക്ക് ഇങ്ങനെ മൊമെന്റ് ആയിട്ട്, അതായത് ഇതിനെ താഴോട്ട് തള്ളാനായിരിക്കും നോക്കുക. ഞാൻ ഇവിടെ നിന്ന് ഒരു ഡോറ് തുറക്കാൻ നോക്കിയാൽ ആ ഡോറ് താഴോട്ടാണ് വരാൻ നോക്കുക. ഡോറ് ഈ എയിൽ നിന്ന് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ആവാൻ നോക്കുക. അപ്പൊ ആ മൊമെന്റ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. 10 × 2.5. പിന്നെ 10 മാത്രമാണോ? എനിക്ക് RA എന്ന് പറഞ്ഞ ഫോഴ്സ് നോക്കാം, HA എന്ന് പറയുന്ന ഫോഴ്സ് നോക്കാം. HA നാച്ചുറലി ഞാൻ 0 ആണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് HA ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. RA എന്ന് പറയുന്ന ഫോഴ്സ് എനിക്കൊരു അൺനോൺ ആണ്. RAക്ക് വാല്യൂ ഉണ്ട്, പക്ഷെ RA എന്ന് പറയുന്ന ഫോഴ്സ് എയിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ലിവറാം ഇല്ല, അവിടെ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യാനില്ല. ആ ഡിസ്റ്റൻസ് ബേസിക്കലി 0 തന്നെയാണ്. RA × 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. അതുകൊണ്ട് ഞാൻ RA അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ RB നോക്കിയാലോ? RB ബിയിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. RB ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ മുകളിലോട്ടാണ്. ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ മുകളിലോട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുന്നു. എനിക്ക് ഫൈനലി RBയുടെ വാല്യൂ നെഗറ്റീവിൽ കിട്ടിയാൽ ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്. അതിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, താഴോട്ടാണ് എന്നുള്ളൊരു കൺക്ലൂഷൻ ആയിരിക്കും ഞാൻ അറൈവ് ചെയ്യുക. തൽക്കാലം ഞാൻ അസ്യൂം ചെയ്ത RB ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് ആ ഡയറക്ഷൻ വെച്ചിട്ട് തന്നെ ഞാൻ അതിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ RB എന്ന് പറയുന്ന ഫോഴ്സ് എയിൽ നിന്ന് 5 മീറ്റർ മാറിയിട്ടാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. ഓക്കെ, എയിൽ നിന്ന് 5 മീറ്റർ മാറി. അപ്പൊ അത് ബിയിൽ നിന്ന് ഞാൻ ഒരു ഡോർ തുറക്കാൻ നോക്കിയാൽ അത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ആണ് കൊടുക്കുക. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെന്റ് അല്ല, നെഗറ്റീവ് മൈനസ് RB × 5 = 0. ഓക്കെ, വേറെ മൊമെന്റ് ഒന്നുമില്ല. ആ എ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് 0 ആയതുകൊണ്ട് മൈനസ് RB × 5 = 0. അപ്പൊ ഇതെനിക്ക് സോൾവ് ചെയ്യുമ്പോൾ RB will be = 5 kN എന്ന് കിട്ടും. RBയുടെ വാല്യൂ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ 5 kN എന്ന് കിട്ടും. കാരണം ആ ഇക്വേഷനിൽ RB മാത്രമായിരുന്നു എന്റെ അൺനോൺ. ഓക്കെ, RB 5 kN കിട്ടിയാൽ ഇക്വേഷൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RA + 5 = 10, which implies RA will also be equal to 5 kN. ഓക്കെ, RAയുടെയും RBയുടെയും 5 kN. ഇത് ഇത്രയും ചെയ്യാതെ എനിക്ക് ഡയറക്ട്ലി ഇത് നോക്കി തന്നെ പറയാം. കാരണം ഒരു സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻസ് ഈക്വൽ ആയിരിക്കും, അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഇത് സിമെട്രിക് ലോഡിംഗ് ആണ്. 10 kN ബീമിന്റെ കറക്റ്റ് സെന്ററിലാണ് ആക്ട് ചെയ്യുക. അപ്പൊ എന്റെ RA RB 5 kN ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ അൺനോൺസ് എല്ലാം കിട്ടിയില്ലേ? RA RB HA ആയിരുന്നു എന്റെ 3 അൺനോൺസ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് തന്നെ എന്റെ 3 അൺനോൺസ് ഞാൻ കണ്ടുപിടിച്ചു. RA 5, RB 5, HA 6. ഓക്കെ, ഇനി എനിക്ക് അൺനോൺസ് കിട്ടി, എല്ലാ ഫോഴ്സസും കിട്ടി. ആക്ഷൻ ഫോഴ്സസ് അറിയാം, റിയാക്ഷൻ ഫോഴ്സസ് അറിയാം. എനിക്ക് ഇനി SFD പ്ലോട്ട് ചെയ്യാം, BMD പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം SFD പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ SFD പ്ലോട്ട് ചെയ്യുക. SFD പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ SFD അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് ആ ബീമിന്റെ റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാനൊരു സെക്ഷൻ മുറിച്ചു കഴിഞ്ഞാൽ ആ ബീമിൽ ഷിയർ ഫോഴ്സ് ടാൻജൻഷ്യൽ ആയിട്ട് ആ സെക്ഷന് താഴോട്ട് ആക്ട് ചെയ്യും. ബെൻഡിങ് മൊമെന്റിന്റെ എഫക്റ്റ് നോർമൽ ഫോഴ്സസ് ആയിട്ടായിരിക്കും ആ ബീമിന്റെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലും താഴെയുമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഞാൻ വരയ്ക്കുമ്പോൾ, ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സെക്ഷൻ എടുത്തിട്ടായിരിക്കും വരയ്ക്കുക. ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷന്റെ ലെഫ്റ്റിലെയോ റൈറ്റിലെയോ ഫോഴ്സിന്റെ കമ്പോണൻസ് നോക്കിയിട്ടായിരിക്കും ഞാൻ ഷിയർ ഫോഴ്സ് വരയ്ക്കുക. ചിലർ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും വരയ്ക്കുന്നത്, ചിലർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും വരയ്ക്കുന്നത്. നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മുടെ സൈനിന് ഒരു റൂൾ ഉണ്ട്. ഞാനൊരു സെക്ഷൻ എടുക്കുക, ഇതെന്റെ ഒരു സെക്ഷൻ ലൈനാണ്. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് പോകുന്ന ഫോഴ്സുകളെല്ലാം പോസിറ്റീവാണ്. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് പോകുന്ന ഫോഴ്സുകളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ താഴോട്ട് വരുന്ന ഫോഴ്സുകളാണ് ഞാൻ പോസിറ്റീവായിട്ട്. ഓക്കെ, ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. ഒരു സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ താഴോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട്. അങ്ങനെയാണ് ഞാൻ SFD വരയ്ക്കുന്നത്. ഇത് തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഫുള്ള് SFD BMD പഠിച്ചിട്ട് പോകാം. ഓക്കെ, നെഗറ്റീവ് സെക്ഷന്റെ ലെഫ്റ്റിലുള്ളത് മുകളിലോട്ടുള്ളത് പോസിറ്റീവ്, സെക്ഷന്റെ റൈറ്റിലുള്ളത് താഴോട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ SFD വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. A എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു സെക്ഷൻ മുറിച്ചിട്ട് എയുടെ സെക്ഷന്റെ ലെഫ്റ്റിൽ നോക്കിയാൽ, അല്ലെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റ് സെക്ഷന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി RA എന്ന് പറയുന്ന റിയാക്ഷൻ എയോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. അതൊരു മൈക്രോസ്കോപ്പിക് ലെവലിൽ ഞാനത് പറഞ്ഞാൽ അത് എയുടെ ലെഫ്റ്റിൽ നിന്നാണ്. ഓക്കെ,
എ എന്ന് പറയുന്ന പോയിന്റിന്റെ സെക്ഷൻ ഞാൻ മുറിക്കുന്നത് ജസ്റ്റ് എയുടെ ഒരു 0.00001 മാറ്റിയിട്ടാണ്. ആറയുടെ എഫക്റ്റ് തൊട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. ആർ എ എന്ന് പറയുന്നത് സെക്ഷന്റെ ലെഫ്റ്റ്. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ മുറിച്ച് കഴിഞ്ഞാൽ സെക്ഷന്റെ ലെഫ്റ്റ് എ മുകളിലോട്ട്. എയുടെ വാല്യൂ എത്രയായിരുന്നു 5. അപ്പൊ ഞാൻ 5 കിലോ ന്യൂട്ടൺ മുകളിലോട്ട് വരയ്ക്കും. പോസിറ്റീവ് തന്നെ ഞാൻ മുകളിലോട്ട് വരയ്ക്കും. സെക്ഷന്റെ ലെഫ്റ്റിൽ മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്. അപ്പൊ ഞാൻ അത് മുകളിലോട്ട് വരയ്ക്കും. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്താൽ, ഇവിടെ ഞാൻ എയുടെയും സിയുടെയും ഇടയിൽ ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്താൽ സെക്ഷന്റെ ലെഫ്റ്റ് തന്നെ ആയിരിക്കും ഞാൻ ഇവിടെ നോക്കുക. ഓക്കെ, സീൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് 5 കിലോ ന്യൂട്ടൺ ഞാൻ മുകളിലോട്ട് വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റാൻഡമായിട്ട് ഒരു പോയിന്റിൽ ഞാൻ എയുടെയും സിയുടെയും ഇടയിൽ ഞാൻ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ലെഫ്റ്റ് നോക്കിയാൽ ആ സെക്ഷന്റെ ലെഫ്റ്റിൽ ഈ 5 കിലോ ന്യൂട്ടൺ തന്നെയേ ഉള്ളൂ. എയുടെയും സിയുടെയും ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്താലും ആ സെക്ഷന്റെ ലെഫ്റ്റിൽ 5 കിലോ ന്യൂട്ടൺ തന്നെയേ ഉള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ റീച്ച് ആവുന്നത് വരെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഞാൻ അവിടെ ഓരോ സെക്ഷൻ മുറിച്ചിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഈ 5 കിലോ ന്യൂട്ടന്റെ എഫക്റ്റ് ആയിരിക്കും ആ ഒരു പ്ലെയിനിൽ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് വരെ അത് കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിൽ വരെ അത് 5 കിലോ ന്യൂട്ടൺ കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ഡോട്ടഡ് ലൈൻസ് ഡ്രോപ്പ് ചെയ്യുകയാണ്. എവിടെയെല്ലാം പോയിന്റ് ഡോട്ട്സ് ഉണ്ടോ അവിടെ നിന്നെല്ലാം ഡോട്ടഡ് ലൈൻസ് SFD VMD വരയ്ക്കാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, സിയിൽ വന്നു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ നോക്കിയാൽ അവിടെ സെക്ഷൻ സി എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് 0.001 mm ഒന്ന് ക്രോസ് ചെയ്താൽ ഒരു 10 കിലോ ന്യൂട്ടൺ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷന്റെ ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 10 കിലോ ന്യൂട്ടൺ താഴോട്ട്. അപ്പോൾ 5 - 10, അപ്പോൾ -5ലേക്ക് അത് വന്ന് വീഴും. ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ്, അത് -5ലേക്ക് വന്ന് വീഴും. അപ്പോൾ ഞാൻ നെഗറ്റീവിലോട്ട് വരയ്ക്കും. പക്ഷേ ഞാൻ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഞാൻ 5 എന്ന് തന്നെ എഴുതത്തുള്ളൂ. താഴെ ഉള്ളതെല്ലാം നെഗറ്റീവ്, മുകളിലുള്ളതെല്ലാം പോസിറ്റീവ്. ഇനി അത് ഇങ്ങോട്ട് പോകുമ്പോൾ ബി എത്തുന്നവരെയും അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും. കാരണം ഞാൻ സിയുടെയും ബിയുടെയും ഇടയിൽ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ലെഫ്റ്റ് നോക്കിയാൽ +5 - 10 -5. ഇവിടെ എടുത്താലും +5 - 10 -5. ബി എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ബിന്റെ അവിടെ നിന്ന് ഒരു 5 കിലോ ന്യൂട്ടൺ മുകളിലോട്ട്. അപ്പോൾ -5ൽ നിന്ന് ഒരു 5 കിലോ ന്യൂട്ടൺ മുകളിലോട്ട് പോകുമ്പോൾ അത് 0യിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ SFD എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ, ഇപ്പൊ ഞാനിപ്പോൾ സെക്ഷന്റെ റൈറ്റിൽ നിന്ന് ഞാൻ നോക്കുവാണെന്ന് വിചാരിക്കും. ഞാൻ റൈറ്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോക്കിയാൽ എനിക്ക് ഇതേ ഡയഗ്രാം തന്നെ കിട്ടണം. ബി എന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ബി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സെക്ഷൻ വരച്ചു. സെക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ റൈറ്റ് സൈഡിൽ മുകളിലോട്ടുള്ളതെല്ലാം നെഗറ്റീവാണ്. താഴോട്ടുള്ളതാണ് പോസിറ്റീവ്. RB മുകളിലോട്ടാണ്, അപ്പൊ ഞാനത് നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് വെച്ചു. സി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നത് വരെ അത് 5 ആയിട്ട് തന്നെ നിൽക്കും. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് 10, അപ്പോൾ -5 + 10, അപ്പോൾ അത് +5ലേക്ക് വരും. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതുവരെ പോകും. ഇവിടെ നിന്ന് താഴോട്ട് വീണ്ടും വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പഠിക്കുക. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത്, സിംപ്ലി സപ്പോർട്ടഡ് ബീംസിന്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ റൈറ്റ് സൈഡിലാണെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. സൈൻ കൺവെൻഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതേ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ പോവാം. ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, BD. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ എൻ്റെ സൈൻ കൺവെൻഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷന്റെ ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് ഉള്ളതെല്ലാം പോസിറ്റീവ്, സെക്ഷന്റെ റൈറ്റിലാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഉള്ളതെല്ലാം പോസിറ്റീവ്. ഇതാണ് എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സൈൻ റൂൾ. സെക്ഷന്റെ ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് ഉള്ളത് പോസിറ്റീവ്, റൈറ്റിൽ ആന്റി ക്ലോക്ക് വൈസ് ഉള്ളതെല്ലാം പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ വേണ്ടി ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് നോക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു സെക്ഷൻ എടുത്താൽ ആ സെക്ഷന്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ RA × 0 ആണ് എൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എൻ്റെ മൊമെന്റ് 0 ആണ്. ഓക്കെ, ഞാൻ പോയിന്റ് ലോഡ്സ് വരുന്ന സിനാരിയോ ആണെങ്കിൽ ഞാൻ എവിടെയെല്ലാം പോയിന്റ് ലോഡ് ഉണ്ടോ അവിടെയെല്ലാം ഞാൻ സെക്ഷൻ കൺസിഡർ ചെയ്ത് അവിടുത്തെ മൊമെന്റ്സ് എല്ലാം ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ എനിക്കൊരു 10 കിലോ ന്യൂട്ടൺ ലോഡ് എന്ന് പറയുന്ന
ലോഡ് സി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണുള്ളത്. അപ്പം ഞാൻ സിയിൽ ഒരു സെക്ഷൻ കണ്ടെടുത്തി ഞാൻ അവിടെയാണ് ഞാൻ മൊമെന്റ് നോക്കുന്നത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റ് ഞാനൊരു സെക്ഷൻ എടുത്താൽ സി എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് നോക്കിയാൽ ആർ എ എച്ച് എ ഉണ്ട്. എച്ച് എ നാച്ചുറലി 0 ആണ്. ആർ എ മാത്രം നോക്കിയാൽ മതി. ആർ എ ഇൻറ്റു സിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഇസ് 2.5. അപ്പോൾ 5 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ആയിരിക്കും എനിക്ക് മാഗ്നിറ്റ്യൂഡ് ബേസ് വരിക. 5 ഇൻറ്റു 2.5 വിച്ച് ഇസ് 12.5. അപ്പോൾ 12.5 എന്ന് പറയുന്ന ഒരു മൊമെന്റ് സിയിലുണ്ട്. ഇതെങ്ങനെ ഞാൻ വരയ്ക്കും? ഞാനൊരു ഇൻക്ലൈൻഡ് ലൈനായിട്ട് വരയ്ക്കും. ഓക്കെ, ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കും. ഇത് എന്തുകൊണ്ട് ഞാൻ ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, ഷിയർ ഫോഴ്സ് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് വരച്ചത്. സിമ്പിൾ. നിങ്ങൾ എയുടെയും സിയുടെയും ഇടയിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. എയുടെയും സിയുടെയും ഇടയിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു, എക്സാക്ട് നടുക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5/2 ആണ്. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ എന്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എയില് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 0 ആണ്. 0. എയുടെയും സിയുടെയും ഇടയിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2.5ന്റെ പകുതി. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു 2.5ന്റെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും 1.25. 5 ഇൻറ്റു 1.25. അപ്പോൾ 6.25 എന്ന് കിട്ടും. 6.25 ആണ് ഇതിന്റെ നടുക്ക് വരുന്ന വാല്യൂ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇവിടെ എന്റെ മൊമെന്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് 2.5 ആയി മാറി. അതാണ് 5 ഇൻറ്റു 2.5 വിച്ച് ഇസ് 12.5 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ അടുത്ത ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് നോക്കുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് നാച്ചുറലി എനിക്കറിയാം ഒരു ഹിഞ്ചാണ്. അവിടെ ഞാൻ എക്സ്റ്റേണലി ഞാനൊരു മൊമെന്റ് കൊടുക്കാതെ, എക്സ്റ്റേണൽ ലോഡായിട്ട് ഒരു ആക്ഷൻ ഫോഴ്സ് ആയിട്ട് ഞാനൊരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് കൊടുക്കാതെ എനിക്ക് അവിടെ ഒരു മൊമെന്റ് സപ്പോർട്ടിന്റെ റിയാക്ഷൻ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല. നാച്ചുറലി അവിടെ 0 ആണെന്ന് അറിയാം. പക്ഷെ 0 ആണോ അല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ഞാൻ എടുക്കുന്നു. അപ്പോൾ ആർ എ എന്ന് പറയുന്ന ഫോഴ്സ് 2.5 അല്ല ഡിസ്റ്റൻസ് മാറി ബി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് നോക്കുമ്പോൾ 6 ഇൻറ്റു 5 എന്നാണ് വരുന്നത്. അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ്. 6 ഇൻറ്റു 5, 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും. 25 മാത്രമാണോ നമ്മുടെ മൊമെന്റിന്റെ എഫക്റ്റ്? അല്ല. 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ബിയിൽ നിന്ന് 2.5 മീറ്റർ മാറിയിട്ടാണ് ഈ 10 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 10 കിലോ ന്യൂട്ടൺ ലോഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെക്ഷന്റെ ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ 10 ഇൻറ്റു 2.5 എന്ന് പറയുന്ന ലോഡ്, 10 ഇൻറ്റു 2.5 എന്ന് പറയുന്ന മൊമെന്റ് 25 എന്ന് തന്നെ കിട്ടും. അത് ആന്റി ക്ലോക്ക് വൈസ് ആയത് കാരണം അത് നെഗറ്റീവ്. അപ്പൊ ആദ്യം കിട്ടിയ 25ന്റെ കൂടെ ആ 25 കുറയ്ക്കും. അതായത് 5 ഇൻറ്റു 5 എന്ന് പറയുന്ന 25 മൈനസ് 10 ഇൻറ്റു 2.5 എന്ന് പറയുന്ന 25 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ എന്റെ മൊമെന്റ് 0ലേക്ക് തന്നെ വന്ന് വീഴും. ഓക്കെ, ഞാനിത് എന്തുകൊണ്ട് മുകളിലോട്ട് വരച്ചു? എല്ലാം എനിക്ക് പോസിറ്റീവാണ്. നമുക്ക് സെക്ഷന്റെ സൈൻ എനിക്ക് മാറിയതേ ഇല്ല. ബിയിലോട്ട് വന്നപ്പോൾ എനിക്ക് 0ലാണ്. അത് സ്ട്രൈറ്റ് ലൈൻ ആണ് കേട്ടോ, കർവൊന്നുമല്ല, സ്ട്രൈറ്റ് ലൈൻ ആണ്. ബിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് സ്റ്റിൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ കിട്ടി. അത് നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ആ സൈൻ പോയതേ ഇല്ല. അപ്പോൾ എന്റെ സൈൻ കംപ്ലീറ്റ്ലി പോസിറ്റീവിൽ തന്നെ നിന്നു. ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവ്. ബേസിക്കലി ഈ ഒരു ബീം, ഈ ഒരു ലോഡിങ് കാരണം സാഗ് ആണ് ചെയ്യുക അല്ലെ? ഈ ഒരു ബീം ഈ ഗിവൺ ലോഡിങ് കാരണം സാഗ് ചെയ്യാനാണ് നോക്കുക അല്ലെ? ഈ ഒരു ബീമിന്റെ ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന്റെ പാറ്റേൺ, ബെൻഡിങ് പാറ്റേൺ ഞാൻ വരച്ചാൽ ഇങ്ങനെയായിരിക്കും ന്യൂട്രൽ ആക്സിസ് ബെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ സാഗ് ചെയ്യാനാണ് നോക്കുന്നത് ലോഡ് മുകളിൽ നിന്ന് വരുമ്പോൾ. അപ്പൊ സാഗ് ചെയ്യുന്ന മൊമെന്റ്സ് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സാഗിങ് മൊമെന്റ്സ് എല്ലാം പോസിറ്റീവും, ഹോഗ് ചെയ്യുന്ന മൊമെന്റ്സ് എല്ലാം നെഗറ്റീവും. ഹോഗ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇലാസ്റ്റിക് കർവ് മുകളിലോട്ട്. ഹോഗ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യില്ല. ഹോഗ് കൂടുതലും നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുക ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർഹാങ് ബീമിന്റെ കേസിൽ നമ്മൾ ഹോഗ് എൻകൗണ്ടർ ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. ഓവർഹാങ് ബീമിന്റെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ സാഗ് എല്ലാം പോസിറ്റീവ്. സാഗിനെ ഞാൻ ഇങ്ങനെ ഒരു സ്മൈലി ഫേസ് കൊടുത്ത് വരച്ചാൽ സാഗ് ചിരിക്കുന്നത് സാഗ് കൂടെയാണ്. സാഗ് പോസിറ്റീവ്. ഹോഗ് എന്ന് പറയുന്നത് എൻ്റെ സ്മൈലി ഫേസ് ഇങ്ങനെയായിരിക്കും വരുന്നത്, വിഷമിച്ചിരിക്കുന്നത് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സാഗ് പോസിറ്റീവും ഹോഗ് നെഗറ്റീവും. അപ്പോൾ ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ഒരു ബെൻഡിങ് മൊമെന്റ് ആയിട്ട് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റഡ് പോയിന്റ് ബോം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിനി ഒന്നല്ല ഞാൻ കുറച്ചധികം
ബീം എക്സാമ്പിൾസ് ചെയ്ത് തന്നെയായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. ഒരു രണ്ട് വീഡിയോയിൽ ഈ ഒരു വീഡിയോയും അതുപോലെ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ടൈം കിട്ടുന്നത് പോലെ ചെയ്യും. കാരണം കൂടുതൽ സമയം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി മൊഡ്യൂൾസിൻ്റെ പോർഷനും കൂടെ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് ഉള്ളതും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഞാൻ വീണ്ടും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നെ വരയ്ക്കുന്നു. ഞാൻ രണ്ട് പോയിന്റ് ലോഡ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് പോയിന്റ് ലോഡ്സും 20 കിലോ ന്യൂട്ടൺ 30 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. എ ബി ഡ്രോ SFD and BMD. SFD and BMD. Okay. അപ്പോൾ ഞാൻ നാച്ചുറലി നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങളെല്ലാം ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാനൊരു സേഫർ സൈഡിന് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി DS = R-3 + 3C അല്ലെങ്കിൽ 3M + R - 3J രണ്ടും എനിക്ക് 0 തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. Σfy = 0. അതിനു മുന്നേ ഞാൻ എൻ്റെ റിയാക്ഷൻ വരച്ചോട്ടെ. കണ്ടുപിടിക്കേണ്ട റിയാക്ഷൻ RA, HA, RB ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്കിവിടെ കണ്ടുപിടിക്കാൻ. RA + RB = RA RB ഞാൻ മുകളിലോട്ട് എടുക്കുന്നു. അസ്യൂം ചെയ്യുന്ന ഡയറക്ഷനാണ് അത് മുകളിലോട്ട്. എനിക്ക് അതേ RA RBയുടെ വാല്യൂ പോസിറ്റീവായിട്ട് കിട്ടിയാൽ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്. RA + RB = RA + RB -30 - 20 = 0. ഓക്കെ, താഴോട്ടുള്ളതിനാൽ നെഗറ്റീവ്. അപ്പോൾ ഞാൻ RA + RB = 15 എടുക്കും, which is എൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, Σfx = ഞാൻ 0 എടുത്താൽ HA = 0. അതെപ്പോഴും 0 ആയിരിക്കും. ഞാനിവിടെ ആക്സിയൽ ഫോഴ്സസിനൊന്നും ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഞാൻ എടുക്കും. മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഹിഞ്ച് ആയതുകൊണ്ട് അവിടുത്തെ മൊമെന്റ് എനിക്ക് 0 ആണറിയാം. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ഉള്ളതെല്ലാം പോസിറ്റീവും. ഞാനൊരു പോയിന്റിനെ ബേസ് ചെയ്ത് മൊമെന്റ് എടുക്കുമ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. ഞാനൊരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ BMD വരയ്ക്കാൻ വേണ്ടി അത് ഞാൻ ആ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത സൈൻ കൺവെൻഷൻസ് അതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, Σma = 0. ഓക്കെ, അപ്പോൾ ഞാൻ എയുടെ മൊമെന്റ് എടുക്കുമ്പോൾ 30 × 2 എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. 30 എന്ന് പറയുന്ന ഫോഴ്സ് എയിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ടാണ്. ആ 2 ആണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പ്ലസ് 20 × 4 എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. 20 എന്ന് പറഞ്ഞ ലോഡ് എയിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഞാൻ നോക്കുന്നത്. മൈനസ് RB × 6. RB × 6 എന്ന് പറയുന്ന RB എന്ന് പറഞ്ഞ റിയാക്ഷൻ. RB × 6 എന്ന് പറയുന്ന ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് മൈനസ് RB × 6 എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് = 0. വേറെ ഒന്നുമില്ല. HA 0 ആണ്. RA എന്ന് പറയുന്നത് എയിൽ കൂടി തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ RA × 0 0 തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് RB കിട്ടും. RB കിട്ടിയാൽ ഇക്വേഷൻ 1-ൽ നിന്ന് എനിക്ക് RA കണ്ടുപിടിക്കാം. എത്രയാണ്? 30 × 2 + 20 × 4 / 6. RB എന്ന് പറയുന്നത് 23.33 കിലോമീറ്റർ കിട്ടും. അപ്പോൾ 23.33 50 RA എന്ന് പറയുന്നത് 26.67. RA എന്ന് പറയുന്നത് 26.67 കിലോമീറ്റർ കിട്ടും. ഓക്കെ, RA RB കിട്ടി, HA HB കിട്ടി, അൺനോൺ റിയാക്ഷൻസ് എല്ലാം കിട്ടി. എനിക്കിനി SFD BMD വായിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ പോയിന്റ് ലോഡ്സിൻ്റെ കേസിൽ ഞാനിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ പോയിന്റ് ലോഡ്സിൻ്റെ കേസ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ 3 ടൈപ്പ് ഓഫ് ബീമിനും പോയിന്റ് ലോഡ്സിൻ്റെ കേസ് നിങ്ങൾക്ക് ആദ്യം പറയും.
എന്നിട്ട് 3 ടൈപ്പ് ഓഫ് ബീമിനും UDL വരുന്ന കേസ് ഞാൻ പറയും. 3 ടൈപ്പ് ഓഫ് ബീമിനും UVL വരുന്ന കേസ്, UVL എക്സാമിന് ചോദിക്കില്ല. പിന്നെ ഇതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് വരുന്ന കേസിലുള്ള പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ SFD വരയ്ക്കാൻ വേണ്ടി പിക് പോയിന്റ്സ്, എവിടെയെല്ലാം പോയിന്റ്സ് ഉണ്ടോ അവിടെ നിന്നെല്ലാം കൂടെ ഞാൻ, എവിടെയെല്ലാം പോയിന്റ് ലോഡ്സ് ഉണ്ടോ അവിടെ നിന്നെല്ലാം ഞാൻ ഡോട്ടഡ് ലൈൻസും കൂടെ ഡ്രോപ്പ് ചെയ്യും. SFD ഓക്കെ, ഞാൻ സെക്ഷൻ എടുത്താൽ സെക്ഷൻ്റെ ലെഫ്റ്റ് മുകളിലോട്ട് പോകുന്നത് പോസിറ്റീവ്, സെക്ഷൻ്റെ റൈറ്റ് താഴോട്ട് വരുന്നത് പോസിറ്റീവ്. ഓക്കെ, ഞാനിനി BMD വരയ്ക്കാം. ഓക്കെ, ആദ്യം A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 0.0000 സംതിങ് മാറിയിട്ട് സെക്ഷൻ എടുത്ത് സെക്ഷൻ്റെ ലെഫ്റ്റ് നോക്കിയാൽ RA മാത്രമുണ്ട്. RA മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 26.67. 26.67. ഓക്കെ, അത് ഞാൻ ഈ പോയിന്റിനെ സിയും ഈ പോയിന്റിനെ ഡിയുമായിട്ട് എടുത്താൽ സി എത്തുന്നത് വരെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ ഇവിടെ എയുടെയും സിയുടെയും ഇടയിൽ എവിടെ സെക്ഷൻ കട്ട് ചെയ്ത് ലെഫ്റ്റ് നോക്കിയാലും RA എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സി എത്തുന്നത് വരെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സി എത്തിക്കഴിഞ്ഞാൽ ഒരു 30 kN സി ക്രോസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 26.67 -30 എന്തുകൊണ്ട് എടുക്കുന്നു? സെക്ഷന്റെ ലെഫ്റ്റിലാണെങ്കിൽ താഴോട്ട് വരുന്നത് നെഗറ്റീവ്. അപ്പോൾ അത് -3.33 വന്നു കിട്ടും. -3.33. അപ്പോൾ ഈ ന്യൂട്രൽ ലൈൻ, ഈ 0 ലൈൻ ക്രോസ് ചെയ്തു. ഞാൻ 3.33. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതുവരെ പോകും. അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഡി ക്രോസ് ചെയ്യുന്ന ആ ഒരു നിമിഷം 20 kN ഉണ്ട്. അതും താഴോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സെക്ഷന്റെ ലെഫ്റ്റിൽ താഴോട്ട് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ്. അപ്പോൾ 23.33 കൂടെ ആഡ് ആവും. -3.33 -20 -23.33 -23.33. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ബി വരെ പോകും. ബി എത്തുമ്പോഴത്തേക്കും ബി ക്രോസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ ഞാൻ ബിയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ സെക്ഷന്റെ ലെഫ്റ്റിൽ മുകളിലോട്ടുള്ളത് പോസിറ്റീവ്. അത് RB മുകളിലോട്ട്, RBയുടെ വാല്യൂ 23.33 ആണ്. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0 വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, RA എന്ന് പറഞ്ഞ 26 പോയിന്റ്, അത് സി എത്തുമ്പോഴത്തേക്കും 30 താഴോട്ട് 3.33. ഇവിടെ നിന്ന് ഡി പോയിന്റ് വരെ ക്രോസ് ചെയ്ത് ഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 20 താഴോട്ട് വരും. അത് 0ലേക്ക് കണ്ടി മീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. BMD സെക്ഷൻ്റെ ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, സെക്ഷൻ്റെ റൈറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. ഓക്കെ, ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ വരച്ചു തുടങ്ങുന്നത്. ഹിഞ്ചസിലെ മൊമെന്റ്സ് എന്തായാലും എനിക്ക് 0 ആണെന്നറിയാം. ഹിഞ്ച് ക്രോസ് ചെയ്ത് ഡിസ്റ്റൻസ് കൂടുന്തോറും RAയുടെ കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു സെക്ഷൻ എടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് നോക്കിയാൽ RA × 2 ആണ് എൻ്റെ മൊമെന്റ്. RA 26.67 × 2 53.34 എന്ന് പറയുന്ന വാല്യൂയിലേക്കായിരിക്കും ആദ്യം വരും. 53.34. ഓക്കെ, ഇനി ഞാൻ സി ക്രോസ് ചെയ്യുമ്പോൾ സിയുടെയും ഡിയുടെയും ഇടയിൽ വന്നാൽ എനിക്ക് മനസ്സിലാവും RAയുടെ കോൺട്രിബ്യൂഷൻ കൂടും. പക്ഷേ ഈ 30 kN കോൺട്രിബ്യൂഷൻ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര മാഗ്നിറ്റ്യൂഡിന് ബാലൻസ് ചെയ്യും എന്നെനിക്ക് ഓരോ പോയിന്റിലും ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ RAയുടെ ഡിസ്റ്റൻസ്, RA ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റിന്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ 30 kN എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അതിന്റെ കൗണ്ടർ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ പോയിന്റ് ലോഡ്സിൽ അങ്ങനെ ഞാൻ ഓരോ പോയിന്റ്സിലും ഞാൻ ഫിക്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലെ വാല്യൂ മാത്രം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു സെക്ഷൻ എടുക്കും. ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുത്താൽ അവിടുത്തെ മൊമെന്റ് നോക്കിയാൽ ഡിയുടെ ലെഫ്റ്റ് നോക്കും. അപ്പോൾ RA × 4
അതായത് എ എന്ന് പറയുന്ന ഫോഴ്സ് ഡിയിൽ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിയിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ്. -30 × 2. എന്തുകൊണ്ട് ഞാൻ മൈനസ് എടുക്കുന്നു? സെക്ഷന്റെ ലെഫ്റ്റിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെന്റ് എന്ന നെഗറ്റീവ് ആണ്. 6 × 4 26.67 × 4 -30 × 2 ചെയ്യുമ്പോൾ എനിക്ക് 46.68 എന്ന് കിട്ടും. 46.68. അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റിന്റെ റിഡക്ഷൻ കിട്ടിയത് 46.68. 53 താഴെ ഒരു പോയിന്റ് അല്ലെ, 46.68. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 0 എന്നറിയാം. അപ്പൊ നാച്ചുറലി എനിക്കത് 0 വരച്ചാൽ മതി. ഓക്കെ, 0 വരച്ചാൽ മതി. ഫുള്ളി സാഗിങ് ആണ്. പക്ഷേ 0 വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ പ്രൊഫൈൽ സാഗിങ് ആണ്. ഓക്കെ, ഞാൻ ബിയുടെ ലെഫ്റ്റ് നോക്കുവാണെങ്കിൽ എം ബി എന്ന് പറഞ്ഞ മൊമെന്റ് ഞാൻ എടുക്കാൻ നോക്കില്ല. 6 × 6 മൈനസ് 6 × 6 മൈനസ് 30 × 4 മൈനസ് 20 × 2 26.67 × 6 മൈനസ് 30 × 4 മൈനസ് 20 × 2 ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ലോഡ്, ഡബിൾ പോയിന്റ് ലോഡ്സ് വരുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, ഞാനിനി ക്യാന്റിലിവർ കൂടെ പറയാം. ക്യാന്റിലിവർ പോയിന്റ് ലോഡ്സിന്റെ സിനാരിയോ ഇതും കൂടെ പറഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്തത് ക്യാന്റിലിവർ വരയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന്, മോസിന്റെ എക്സാമിന് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കേസ് ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പൊ ഞാൻ സിമ്പിൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കോംപ്ലക്സിലേക്ക് പതുക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കമ്പൈൻഡ് ആയിരിക്കും ചോദിക്കുന്നത്. പോയിന്റ് ലോഡും UDL ഒക്കെ ഉള്ള ഒരുമിച്ച് വരുന്ന ഒരു സിനാരിയോ, ഒരു സിംപ്ലി സപ്പോർട്ടഡോ അല്ലെങ്കിൽ ഒരു ഓവർഹാങ്ങോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ക്യാന്റിലിവർ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ക്യാന്റിലിവറിലേക്ക് പോകാം. ക്യാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡും ഒരു എൻഡ് ഫ്രീയുമായിട്ടുള്ള ഒരു ക്യാന്റിലിവർ. ഞാൻ ഇവിടെ ഒരു 20 kN ലോഡ് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു 5 മീറ്റർ ഞാൻ മാർക്ക് ചെയ്യും. ഓക്കെ, എ ആൻഡ് ബി ഡ്രോ SFD ആൻഡ് BFD. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പിക്കപ്പ് പോയിന്റ്സ് എടുക്കുന്ന ഞാൻ ആദ്യം ലൈൻ ഡ്രോ ചെയ്യാം. ഓക്കെ, പോയിന്റ് ലോഡ് ഉള്ളത് ബി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാനൊരു ലൈൻ ഡ്രോ ചെയ്യുന്നില്ല. റിയാക്ഷൻസ് എനിക്ക് RA എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഇവിടെ ഒരു മൊമെന്റ്, 3 റിയാക്ഷൻസ് ആണ് എനിക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ 3ന്റെ ഡയറക്ഷൻ എനിക്ക് RA ഉണ്ട്, HA ഉണ്ട്, MA ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഞാൻ അസ്യൂം ചെയ്യുക ഇത് തന്നെയാണ് എന്നുള്ളത്. ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഇത് തന്നെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എല്ലാം പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും. നെഗറ്റീവ് വാല്യൂസിൽ കിട്ടിയാൽ ഇതല്ല, നമ്മുടെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ റിസ്യൂം ചെയ്യാം. ഞാൻ ഈ ക്ലാസ്സിന്റെ ബാക്കി റെക്കോർഡിംഗ് അടുത്ത വീഡിയോയിൽ ഇടാം. ഇങ്ങനെ ക്ലാസ്സിലുള്ളവർ തന്നെ റെക്കോർഡ് സൈൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ ബാക്കി വീഡിയോയിൽ ക്യാന്റിലിവർ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.